നമസ്കാരം. അലയടങ്ങാത്ത അറബിക്കടലിന്റെ തീരത്ത് രാഷ്ട്രീയത്തിന്റെ വേലിയേറ്റങ്ങളും ഇറക്കങ്ങളും ഒരുപോലെ ദർശിച്ച കേരളത്തിന്റെ മണ്ണിൽ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് കാറ്റ് വീശി തുടങ്ങുകയാണ്. ഭരണ തുടർച്ചയുടെ കരുത്തിൽ ഇടതുപക്ഷം കോട്ടകൾ ഭദ്രമാക്കുമ്പോൾ നഷ്ടപ്പെട്ട സിംഹാസനം തിരിച്ചുപിടിക്കാൻ UDF സർവ്വസന്നാഹങ്ങളുമായി അണിനിരക്കുകയാണ്. 100 സീറ്റുകൾ എന്ന മാതൃക സംഖ്യയെ ലക്ഷ്യം വെച്ച് കോൺഗ്രസും സഖ്യകക്ഷികളും ചുവടുവെക്കുമ്പോൾ അത് അതിമോഹമാണോ അതോ യാഥാർത്ഥ്യബോധമുള്ള കണക്കുകൂട്ടലാണോ? ഭരണവിരുദ്ധ വികാരത്തിന്റെ നിഴൽപ്പാടുകൾ ഈ പോരാട്ടത്തിൽ എത്രത്തോളം പ്രതിഫലിക്കും? അണിയറയിൽ ഒരുങ്ങുന്ന പടയൊരുക്കങ്ങളിൽ ആര് വിജയിക്കും? LDFും UDFും നേർക്കുനേർ യുദ്ധകാഹളം മുഴക്കുമ്പോൾ NDA അടിയൊഴുക്കുകൾ നടത്തുമോ? പ്രിയ പ്രേക്ഷകർക്ക് ഈവനിംഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. UDFന് 100 സീറ്റ് എന്നത് സാധ്യമോ? നിയമസഭാ മുന്നൊരുക്കങ്ങളിൽ മുന്നണികൾ. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടോ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ സമവായങ്ങളോ? എന്നോടൊപ്പം ചർച്ചയിൽ കോൺഗ്രസ് നിന്നും അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ, CPMൽ നിന്നും LS ലിജു, രാഷ്ട്രീയ നിരീക്ഷകനായ ജോർജ് പൊടിപ്പാറ എന്നിവർ ചേരുന്നു. അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ, ലക്ഷ്യ 2026 എന്ന നേതൃ ക്യാമ്പിൽ വലിയ പ്രഖ്യാപനമാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയത്. 100 സീറ്റുകൾ കൂടുതൽ UDF സംവിധാനം നേടും എന്നതാണ് ആ പ്രഖ്യാപനം. 2021 വെറും 41 സീറ്റുകളിൽ ഒതുങ്ങിയ UDF 100-ൽ എത്തണമെങ്കിൽ അധികമായി 59 സീറ്റുകൾ പിടിച്ചെടുക്കണം. എന്താണ് ഈ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങളാണ്. അത് യാതൊരു സംശയവുമില്ല. പിന്നെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ലക്ഷ്യയിൽ വെച്ചിട്ടല്ല ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി 100 സീറ്റിലധികം നേടിക്കൊണ്ട് ഭരണത്തിൽ വരുമെന്നുള്ള പ്രഖ്യാപനം അന്നേ നടത്തിയൊരു കാര്യമാണ്. അന്നും അദ്ദേഹം കൃത്യമായി പറഞ്ഞിരുന്നു, കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം കഴിഞ്ഞ 10 വർഷക്കാലമായി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിനകത്ത് കാഴ്ചവെച്ച കെടുകാര്യസ്ഥയുടെ അതിലെ ഏറ്റവും അധികം അനുഭവിക്കുന്ന കേരളത്തിലെ ജനങ്ങളാണ്. ആ ജനങ്ങളുടെ കൃത്യമായുള്ള അതിന്റെ പ്രതികരണം ഉണ്ടാകും എന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് 100 സീറ്റിലേക്ക് UDF എത്തുമെന്നുള്ള കാര്യം പ്രഖ്യാപിച്ചത്. അത് അടിവരയിടുന്ന റിസൾട്ടാണ് കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ റിസൾട്ട്. കേരള ചരിത്രത്തിൽ UDF ഇതുവരെ നേടാത്ത ഇതിലുള്ള ചരിത്ര വിജയം. ആ ചരിത്ര വിജയത്തിലും പ്രതിപക്ഷ നേതാവ് ഈ തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്ക സമയത്ത് വളരെ സൂചിപ്പിച്ചിരുന്നു. 4 കോർപ്പറേഷൻ ഐക്യജനാധിപത്യ മുന്നണി പിടിക്കുമെന്ന് പറഞ്ഞു. ആ 4 കോർപ്പറേഷൻ പിടിക്കുകയുണ്ടായി. ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് 3-ൽ നിന്ന് 7-ലേക്ക് ഉയർന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഗ്രാമപഞ്ചായത്തുകളിൽ 532 എന്നുള്ള നമ്പറിലേക്ക് എത്തി. മുനിസിപ്പൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റികളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള മെജോറിറ്റിയിലേക്ക് വലിയ ഭൂരിപക്ഷം നേടിക്കൊണ്ട് എത്താൻ സാധിച്ചു. അത് പലപ്പോഴും ഇടതുപക്ഷം വളരെ കാലമായി കൊണ്ടുനടന്ന പഞ്ചായത്തുകളടക്കം മുനിസിപ്പാലിറ്റികളടക്കം കോർപ്പറേഷൻ അടക്കം പിടിച്ചെടുക്കാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് സാധിച്ചു. അത് കൃത്യമായി, അതായത് കേരളത്തിലെ പൊതുപ്രവർത്തകർ എന്ന് പറയുമ്പോൾ കൃത്യമായി ജനങ്ങളുടെ വികാരത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ആൾക്കാരാവും. അങ്ങനെ ജനങ്ങളുടെ വികാരത്തെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു നേതാവിനെ സംബന്ധിച്ചുള്ള കൃത്യമായുള്ള ഒരു കണക്കെടുപ്പിലാണ് അദ്ദേഹം എന്നുള്ള മാതിരി. അതായത് ആത്മവിശ്വാസം എന്ന് പറയുന്നത് ജനങ്ങളിൽ ഉള്ള ഒരു ആത്മവിശ്വാസമാണ്, ഭരണവിരുദ്ധ വികാരത്തിൽ ഉള്ള ഒരു ആത്മവിശ്വാസമാണ് എന്നൊക്കെയാണ് കോൺഗ്രസിന്റെ അഭിപ്രായം. LS ലിജു, ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറുമെന്നും അതാണ് ഈ 100 സീറ്റുകൾ എന്ന ലക്ഷ്യം സാധ്യമാക്കുക എന്നാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം. ഇപ്പോൾ നമ്മൾ കേട്ടതാണ്. കേരളത്തിൽ ഇങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പറയുന്നുണ്ടോ? ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ പേര് ഞാൻ സുശീൽ പറഞ്ഞ കാര്യങ്ങൾ അഡ്വക്കേറ്റ് സുശീൽ ഗോപാല അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ തവണയും ഇതേ നിലയിൽ തന്നെ 100 സീറ്റുകൾ കിട്ടുമെന്നായിരുന്നു യഥാർത്ഥത്തിൽ കോൺഗ്രസ് അവകാശപ്പെട്ടത്. എന്നിട്ട് അവർക്ക് എത്ര സീറ്റാണ് കിട്ടിയത് എന്നൊക്കെ നമുക്ക് നല്ല ബോധ്യമുള്ള. ഇവിടെ ഭരണവിരുദ്ധ വികാരമാണ് എന്ന വലിയ സമീപനം സ്വീകരിക്കുമ്പോൾ ആദ്യം നമ്മൾ ചോദിക്കേണ്ടത്, എന്ത് പറഞ്ഞായിരുന്നു കോൺഗ്രസ് ഈ തവണ വോട്ട് ചോദിച്ചത് എന്നുള്ളതാണ്. ഇപ്പോ ഉദാഹരണം, വികസനം പറഞ്ഞ് വോട്ട് ചോദിക്കാൻ ഒരു ഘട്ടത്തിൽ പോലും കോൺഗ്രസ് തയ്യാറായിട്ടില്ല. കാരണം കോൺഗ്രസിന് വികസനം മുന്നോട്ട് വെക്കാനോ അല്ലെങ്കിൽ വികസനത്തെ തമ്മിൽ താരതമ്യപ്പെടുത്തിയോ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നേടാൻ കോൺഗ്രസ് തയ്യാറാകുമോ എന്ന് പ്രിയപ്പെട്ട പ്രതിനിധി ഒന്ന് പറയാൻ കൂടി തയ്യാറാണ്. താരതമ്യപ്പെടുത്തിയാൽ നമുക്കറിയാം. ഞാനത് വിശദീകരിക്കാൻ വേണ്ടി നിൽക്കുന്നില്ല. ഏത് കാര്യം പരിശോധിച്ചാലും താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ കോൺഗ്രസ്
ചെയ്തു വെച്ച് ഒരുപക്ഷെ കോൺഗ്രസ് തകർത്തെറിഞ്ഞു പോയ വികസനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ആ വികസനങ്ങളെ തകർത്തെറിഞ്ഞതിനെ അതിനെ ഉണർവ് കൊടുത്ത് ജീവൻ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തെ ഒരു നവകേരളമായി വാർത്തെടുക്കാൻ കഴിഞ്ഞത് ഇടതുപക്ഷം വന്നതിന് ശേഷമാണ്. അതൊക്കെ വിശദീകരിക്കാനാണെങ്കിൽ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വിദ്യാലയങ്ങളാണ്. ആ വിദ്യാലയങ്ങളെ പോലും കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ 2016 മുമ്പ് കൂട്ടിപ്പോകണം എന്നാവശ്യപ്പെട്ടവരാണ്. അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി, ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ ഉമ്മൻചാണ്ടി പോലും പഠിച്ച സ്കൂള് പൂട്ടണം എന്ന് തീരുമാനിച്ചു പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പിന്നീട് വന്ന കേരളത്തിലെ ഗവൺമെന്റ്, നമുക്കറിയാം, സ്കൂളുകളുടെയൊക്കെ മാറ്റം, 45,000 ക്ലാസ് മുറികൾ ഹൈടെക് ആക്കിയതും അതുപോലെ പൊതുമേഖല എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മെച്ചപ്പെടുത്തി സ്വകാര്യ സ്കൂളുകളെക്കാൾ മെച്ചപ്പെടുത്തി എടുക്കുന്ന രൂപത്തിലേക്കും അതിന്റെ ഭാഗമായി കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചത് നമുക്കറിയാം. അതുപോലെ നമുക്ക് പവർ കട്ട് ഇല്ലാത്ത, ലോഡ് ഷെഡിങ് ഇല്ലാത്ത 10 വർഷക്കാലം ഈ കേരളത്തിന് സമ്മാനിച്ചത് ഇടതുപക്ഷമായിരുന്നു. സമ്പൂർണ്ണ വൈദ്യുതിവൽക്കരിച്ചൊരു സംസ്ഥാനമായി രാജ്യത്ത് തന്നെ കേരളത്തെ മാറ്റിയതും ഇടതുപക്ഷം വന്നതിന് ശേഷമാണ്. ആരോഗ്യ മേഖലയിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത മാറ്റം, അതോടൊപ്പം തന്നെ റോഡുകളുടെ വികസനം പരിശോധിച്ചാൽ ഈ ഇത്രയധികം നമുക്കറിയാം, റോഡുകളെ മെച്ചപ്പെടുത്താൻ ദേശീയപാതയും അതുപോലെ മലയോര ഹൈവേയും തീരദേശ ഹൈവേയും ഒക്കെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു ഗവൺമെന്റായി കേരളത്തിൽ ഇടതുപക്ഷം മാറിയത്. ആ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ഈ കേരളത്തിനെ നഷ്ടപ്പെട്ടു പോകുമായിരുന്നതിന് ഇന്ന് ജീവൻ കൊടുത്തതിനെ ജനങ്ങളുടെ അരികിലേക്ക് എത്തിച്ചത് തുടങ്ങി K-ഫോൺ പദ്ധതി, നമുക്കൊരു ഇന്റർനെറ്റ് എന്നുള്ളത് എല്ലാവരുടെയും അവകാശമാക്കി മാറ്റാൻ K-ഫോൺ പദ്ധതിയിലൂടെ ഇന്ന് വീടുകളിലേക്ക് 20 ലക്ഷം BPL കുടുംബങ്ങൾക്ക് സൗജന്യമായി കൊടുക്കാൻ തയ്യാറായി വന്ന കേരളത്തിലെ ഗവൺമെന്റ് ഇങ്ങനെ എണ്ണിയ ഒതുങ്ങാത്ത തീർച്ചയായിട്ടും ഭരണ നേട്ടങ്ങളാണ് പറയുന്നത്. സ്കൂൾ മുതൽ K-ഫോൺ മുതൽ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ മുതൽ തീർച്ചയായും സർക്കാർ നടത്തിയ ഭരണ നേട്ടങ്ങൾ ഇവയൊക്കെയാണ്. അതുകൊണ്ട് ഒരു ഭരണ വിരുദ്ധ വികാരം ഇല്ല എന്ന് തന്നെയാണ് CPM പ്രതിനിധി പറയുന്നത്. അതൊന്ന് പൂർത്തീകരിക്കട്ടെ, കാര്യം ഒന്ന് പൂർത്തീകരിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം വികസനങ്ങളെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷം ചർച്ച ചെയ്യുന്നു. പകരം നമുക്കറിയാം, ഈ കേരളത്തിനകത്ത് ആരോപണങ്ങൾ ഉണ്ടാക്കുകയും നുണപ്രചരണം നടത്താനും വലിയ പരിശ്രമം കേരളത്തിനകത്ത് നടന്നിട്ടുണ്ട്. അതെല്ലാം പലതും പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. നമുക്കറിയാം, ഇവർ നടത്തിയ നുണപ്രചരണങ്ങളെ സംബന്ധിച്ച് ഞാൻ വിശദീകരിക്കാൻ വേണ്ടി നിൽക്കുന്നില്ല. ആദ്യഘട്ടത്തിൽ നടത്തി വന്ന പൊളിഞ്ഞു പോയ, തകർന്നു പോയ ഒട്ടനവധി നുണകൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയാൻ കഴിയുന്നത്, നമുക്ക് AI ക്യാമറ അഴിമതി പറഞ്ഞു, ലൈഫ് മിഷൻ അഴിമതിയെ സംബന്ധിച്ച് പറഞ്ഞു, അതുപോലെ ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തിയെന്ന് പറഞ്ഞു, ഖുറാനിൽ സ്വർണം കടത്തിയെന്ന് പറഞ്ഞു, സെക്രട്ടേറിയറ്റിൽ ഫയൽ കത്തിച്ചു എന്ന് പറഞ്ഞു, അതുപോലെ എത്രയെത്ര ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് കൈക്കൂലി വാങ്ങി എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം ഇവർ പ്രചരിപ്പിക്കുമ്പോൾ, നുണ പറയുമ്പോൾ, ഇതെല്ലാം നുണകൾ ഒരാഴ്ചയോ 2 ആഴ്ചയോ കൊണ്ട് ഇതെല്ലാം കെട്ടടങ്ങുകയാണ്. ഇതെല്ലാം ജനങ്ങൾ തന്നെ തൂത്തെറിയുന്ന സാഹചര്യം വീണ്ടും വലിയ ആക്ഷേപവുമായി വന്നു. ഏറ്റവും അവസാനം സ്വർണത്തിന്റെ പേരിൽ ശബരിമല വിശ്വാസികളുടെ ഇടയിൽ, വിശ്വാസത്തിന്റെ ഇടയ്ക്ക് വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം നടത്തി. ആ പരിശ്രമവും ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായി ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിന് അകത്ത് വന്നിട്ടുണ്ട്. നമുക്കറിയാം, അതിപ്പോ തെളിഞ്ഞു എവിടെ പോയി നിൽക്കുന്നു. ഇപ്പൊ കോൺഗ്രസിന് തന്നെ തിരിച്ചടിയാകും വിധത്തിലേക്ക് സ്വർണ്ണപ്പാളി വിഷയം മാറി എന്നുള്ളതാണ്. അതിൽ പിന്നീട് പരിശോധിക്കപ്പെടുമ്പോൾ അത് ആരൊക്കെയാണ് അതിന്റെ നേതാവായി വരുന്നത് ചോദിച്ചാൽ കോൺഗ്രസിന്റെ നേതാക്കളായ അടൂർ പ്രകാശ് MP ഉൾപ്പെടെ അതിന്റെ ഭാഗമായി വരികയാണ്. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പൊ വിശദീകരിക്കാൻ വേണ്ടി നിൽക്കുന്നില്ല. മറ്റൊരു ഭാഗം ഇവർ ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവിടുത്തെ ഏറ്റവും വലിയ വർഗീയ പാർട്ടികളായ ഒരുപക്ഷെ RSSന്റെ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ BJP എടുക്കുകയാണെങ്കിൽ, ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ എന്ന് പറയാൻ കഴിയുന്ന SDP പോലുള്ള, ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള അതേ മതരാഷ്ട്ര വാദം ഉന്നയിക്കുന്ന ഈ പറഞ്ഞ വർഗീയ രാഷ്ട്രീയ കക്ഷികളുമായി വലിയ ബന്ധം പുലർത്തുക. തീർച്ചയായും നമുക്കറിഞ്ഞൂടെ, നമുക്ക് കേരളത്തിന്റെ ഒരു പ്രത്യേകത, കേരളത്തിനകത്ത് നവോത്ഥാന നായകന്മാരും നവോത്ഥാന മൂല്യം ഉയർത്തിപ്പിടിച്ചവരും വലിയ പുരോഗമന ചിന്താഗതിയുള്ള ഒട്ടനവധി സാമൂഹിക പരിഷ്കർത്താക്കളുള്ള നാടാണ് കേരളം. ആ കേരളം ഇങ്ങനെ ആയിത്തീർന്നു നമുക്കറിയാം. അതിനിടയിലേക്ക് അടുത്ത റൗണ്ടിൽ അങ്ങിലേക്ക് ഞാൻ കൂടുതൽ കാര്യങ്ങളും അടുത്ത റൗണ്ടിൽ തീർച്ചയായും അങ്ങിലേക്ക് എത്താം. ശ്രീ ജോർജ് പൊടിപ്പാറ സർ, കേരളത്തിൽ 140 മണ്ഡലങ്ങളിൽ 100 സീറ്റുകൾ നേടുക എന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഒരു ക്ലീൻ സ്വീപ്പ് ആവശ്യപ്പെടുന്ന ലക്ഷ്യം തന്നെയാണ്.
അപ്പോൾ ഇത്രയും വലിയൊരു ലക്ഷ്യത്തിലേക്ക് കോൺഗ്രസ് നടന്നെടുക്കുമ്പോൾ ഒരു കേഡർ സംവിധാനമുള്ള ഒരു പാർട്ടി ഇപ്പുറത്ത് നിൽക്കുന്നു, NDA അവിടെ നിൽക്കുന്നു. ഈ 100 സീറ്റ് എന്നുള്ളത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDF-ന് സാധ്യമാണോ? എന്താണ് അങ്ങയുടെ ഒരു നിരീക്ഷണം? അസാധ്യം എന്ന് പറയാവുന്ന ഒരു ലക്ഷ്യമൊന്നുമല്ല, അതത്ര ക്ഷിപ്രസാധ്യവുമല്ല. അതാണ് അതിൻ്റെ ഒരു വസ്തുത. 100 എന്ന് പറയുന്ന ഒരു മാജിക് നമ്പറാണ്. കഴിഞ്ഞ തവണ ഇടതുപക്ഷം പോലും വിചാരിക്കാത്ത രീതിയിൽ അവർ ആ നമ്പറിനടുത്തേക്ക് എത്തി, അല്ലെങ്കിൽ ആ നമ്പർ എത്തിപ്പിടിച്ചു. ഒരുപക്ഷെ UDF-ഉം സ്വപ്നം കാണുന്നത് അത്തരത്തിലുള്ള ഒരു വലിയ വിജയം തന്നെയായിരിക്കാം. അത്തരം വലിയ വിജയത്തിലേക്കുള്ള ആ വലിയ സ്വപ്നത്തിന് അവർക്ക് ആത്മവിശ്വാസം നൽകുന്നത്, അല്ലെങ്കിൽ ആ സ്വപ്നം കാണാൻ അവരെ പ്രേരിപ്പിക്കുന്നത് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഒരു വിജയം മാത്രമല്ല. ഇപ്പോ ലിജോ ഇവിടെ പറയുന്ന പോലെ, CPM-ന്റെ പ്രതിനിധി ഇവിടെ പറയുന്നത് പോലെ, ഇതൊരു സുപ്രഭാതത്തിൽ സൃഷ്ടിക്കപ്പെട്ടൊരു വികാരമല്ല. ഇടതുമുന്നണിയുടെ ഭരണ വൈകല്യങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഭരണ പരാജയങ്ങൾക്കെതിരെ കേരളത്തിലെ ജനങ്ങൾ അതിശക്തമായി പ്രതികരിക്കുന്നു എന്നുള്ളത് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല നമ്മൾ കണ്ടത്. അതായത് ഈ അടുത്ത കാലത്ത് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും, ആ ഉപതെരഞ്ഞെടുപ്പുകൾക്കൊടുവിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF ഈ പറഞ്ഞ രീതിയിൽ വലിയ വിജയം കൊയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. തൃക്കാക്കര മുതൽ പുതുപ്പള്ളിയും പാലക്കാടും അതുപോലെ കടന്ന് നിലമ്പൂരിൽ വിജയത്തോടുകൂടി ആ ഒരു സീരീസ് ഓഫ് ഉപതെരഞ്ഞെടുപ്പ് വിജയങ്ങൾ, അതെല്ലാം തിളക്കമാർന്ന വിജയങ്ങളാണ്. അവിടെ എല്ലാം ഇടതുപക്ഷം പറഞ്ഞത് വലിയ വിജയം നേടും. ഇടതുപക്ഷം അവരുടെ കൈവശമുള്ള ആവനാഴിയിലെ എല്ലാ അമ്പുകളും ഉപയോഗിച്ചതാണ്. ഒരു ഭരണ സംവിധാനത്തിന്റെ സർവ്വ മെഷീനറികൾ ഉപയോഗിച്ച്, അതിന്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷം എങ്ങനെ പ്രവർത്തിക്കും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ തൃക്കാക്കര മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ മുഖ്യമന്ത്രി അടക്കം അവർ സമസ്ത ശക്തി ഉപയോഗിച്ചിട്ടും അവിടെ UDF-നെ തോൽപ്പിക്കാൻ പറ്റില്ല. ചേലക്കരയിൽ മാത്രമാണ് ഒരു വിജയം എന്ന് പറയാനുണ്ടായത്. ആ വിജയത്തിൽ പോലും 40,000 വോട്ടിനടുത്ത് 39,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഇടതുമുന്നണിക്ക് 12,000-ത്തിലേക്ക് ചുരുങ്ങേണ്ടി വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിങ്ങോട്ട്, അതുപോലെ തന്നെ തദ്ദേശ ഭരണ ഗ്രാമപഞ്ചായത്തുകളിലേക്കും അതുപോലെ ത്രിതല പഞ്ചായത്തുകളിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും UDF LDF-നെ അപേക്ഷിച്ച് മേൽക്കൈ നേടിയിരുന്നു. ഏറ്റവും ഒടുവിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ കോട്ടകൊത്തളങ്ങൾ വല്ലാതെ തകരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതായത് ഒരിക്കലും ഇത്തരത്തിലുള്ളൊരു പരാജയം LDF-ഉം ഇത്തരത്തിലുള്ളൊരു വിജയം UDF-ഉം സ്വപ്നം കണ്ടിരുന്നോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്നോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ആലോചിച്ച് നോക്കുക, 4 കോർപ്പറേഷനുകൾ എന്ന് പറയുന്നത്, 4 കോർപ്പറേഷനുകൾ യഥാർത്ഥത്തിൽ ഏതൊക്കെ കോർപ്പറേഷനുകളാണ്? തിരുവനന്തപുരം മാറ്റി നിർത്തിയാൽ കൊല്ലം. ഒന്ന് ആലോചിച്ച് നോക്കുക, കൊല്ലം അത് എന്താണ് കൊല്ലം? CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ പൊന്നാപുരം കോട്ടയല്ലേ? കൊല്ലത്തിന് പരാജയം CPM-ന് അതിന്റെ ഏറ്റവും ചീത്ത സ്വപ്നത്തെ പോലും കാണാൻ കഴിയുന്ന കാര്യമാണ്. അവിടെ ഇത്തരത്തിലുള്ളൊരു വിജയം UDF-ന് അവരുടെ ഏറ്റവും ബ്രൈറ്റസ്റ്റ് ഓഫ് ഡ്രീംസിൽ കാണാൻ പറ്റുന്ന കാര്യമാണ്. അതുപോലെ തൃശ്ശൂർ, എറണാകുളം നമുക്ക് പോട്ടെ എന്ന് വെക്കാം. അവരുടെ നിലവിലുള്ള കണ്ണൂർ പിടിച്ചതും മാറ്റി നിർത്താം. പക്ഷെ കൊല്ലം പോലുള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു ഐതിഹാസിക വിജയം UDF-ന് ഉണ്ടായാൽ അതിന്റെ അർത്ഥം, ലിജു പറയുന്നത്, ഇപ്പൊ നമ്മുടെ CPM പ്രതിനിധി പറയുന്ന പോലെ അത്ര ബ്രൈറ്റ് ഒന്നും അല്ല, അത്ര ഒരു തിളക്കമാർന്ന ചിത്രം അല്ല ഇടതുപക്ഷ ഭരണത്തിൽ കുറിച്ച് ജനങ്ങളുടെ മനസ്സിലുള്ളത്. അത് ആദ്യം ഉൾക്കൊള്ളുക. അത് ഉൾക്കൊള്ളാൻ ഇപ്പോഴും CPM ഇപ്പോഴും തയ്യാറാവുന്നില്ല. അവർ യാഥാർത്ഥ്യബോധത്തിലേക്ക് വരുന്നില്ല. അവരിപ്പോഴും ഈ ഊറ്റം കൊള്ളുന്നത് ഞങ്ങളാണ്, ഈ വികസനം മുഴുവൻ കേരളം, ഇന്നീ കാണുന്ന കേരളം സൃഷ്ടിച്ച ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കേരളം ഇതിനു മുമ്പും ഉണ്ടായിരുന്നു. ഈ 10 വർഷത്തിന് മുമ്പും കേരളം ഉണ്ടായിരുന്നു. കേരളത്തിൽ വലിയ വലിയ വികസന പ്രോജക്റ്റുകൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. ഞാൻ കോൺഗ്രസ്സുകാരനെ എൻ്റെ ഭാഗത്തു നിന്ന് ആ ഭാഷയിൽ സംസാരിക്കുകയല്ല. ആലോചിച്ച് നോക്കുക, ഈ പറയുന്ന CPM-ന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഈ 10 വർഷത്തിനിടയിൽ കിഫ്ബി വഴി നടപ്പാക്കിയ കുറെ പദ്ധതികൾ ഒഴിച്ച് ഒരു 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 എന്താ പറയാ, വലിയ ഒരു പ്രോജക്റ്റിന്റെ ക്രെഡിറ്റ് എടുക്കാൻ പറ്റൂ? ഇപ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിലെ വലിയ മെഗാ പ്രോജക്ട്സ് എന്ന് പറയുന്ന നെടുമ്പാശ്ശേരി വിമാനത്താവളം, അതുപോലെ തന്നെ കൊച്ചിൻ മെട്രോ, കണ്ണൂർ വിമാനത്താവളം, വിഴിഞ്ഞം പോർട്ട്, ഇങ്ങനെ കേരളത്തിന്റെ ചരിത്രത്തില് അതിന്റെ മുഖച്ഛായ മാറ്റുന്ന മെഗാ പദ്ധതികളുടെ പിതൃത്വം പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രോജക്റ്റ് ചൂണ്ടിക്കാണിക്കാൻ ഇടതുപക്ഷത്തിന്റെ കയ്യിലുണ്ടോ? ഇപ്പൊ പറയുന്ന ഇപ്പൊ സൂചിപ്പിക്കപ്പെട്ട ഗെയിൽ പൈപ്പ് ലൈനും അതുപോലെ തന്നെ ഈ തീരദേശ ഹൈവേ പദ്ധതി ഇപ്പോ ഏതാണ്ട് പൂർത്തിയായി. ഇതൊക്കെ സത്യത്തിൽ അതിന്റെയൊക്കെ പിതൃത്വം കേന്ദ്രത്തിന് അവകാശപ്പെട്ടതാണ്. ഇവര് വിഭാവനം ചെയ്ത് ഇവര് എക്സിക്യൂട്ട് ചെയ്ത് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു മെഗാ പദ്ധതി അങ്ങനെ ഒരെണ്ണം ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഞാൻ പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ഭരണം മോശമാണെന്നൊന്നുമല്ല. ഇടതുപക്ഷം കുറെ വികസന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ബജറ്റ് ഇതര രീതിയിൽ വികസനം, ഇപ്പൊ ഓരോ സ്കൂളിനും പുതിയ മന്ദിരങ്ങൾ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല എന്നല്ല.
പക്ഷെ ഞങ്ങളാണ് ഈ കേരളം സൃഷ്ടിച്ചത്, ഞങ്ങൾ വരുന്ന ഒരു കേരളം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരുമാതിരി അമിത അവകാശവാദമാണ്. പക്ഷെ അത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവല്ലേ? എല്ലാ കാലത്തും നമുക്കറിയാം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ എപ്പോഴും ഒരു എഡ്ജ് കിട്ടുന്നത് ഇടതുമുന്നണിക്കാണ്. കാരണം ഗ്രാസ് റൂട്ട് ലെവലിൽ ആ പാർട്ടിയുടെ സംവിധാനം നമുക്കറിയാം, ആ പാർട്ടിയുടെ സംഘടനാ ശക്തി നമുക്കറിയാം. എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ, കേഡർ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പൊ ഭരണവും അവരുടെ കയ്യിലായിരുന്നു. എന്നിട്ടും ഈ നേട്ടങ്ങളെല്ലാം ഊതി വീർപ്പിച്ച് അതിന് തൊട്ടു മുമ്പ് ഒരുപാട് ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചു. പെൻഷൻ 1200 രൂപ കൂട്ടി 2000 ആക്കി. വേറെ വലിയ പദ്ധതികൾ പ്രഖ്യാപിച്ചു, തറവല പ്രഖ്യാപിച്ചു. വേറെ പലർക്ക് അംഗൻവാടി അധ്യാപകർക്ക്, അതുപോലെ തന്നെ ആശാ വർക്കേഴ്സിനൊക്കെ പൈസയൊക്കെ കൂട്ടിക്കൊടുത്ത് ആ കോവിഡ് കാലത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കൊടുത്ത കിറ്റിലൂടെ അന്ന് വലിയൊരു ചപ്പടി വിധി കാണിച്ച് രണ്ടാം ഭരണം കിട്ടി. അതുകൊണ്ട് മാത്രമൊന്നും ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ആ ഒരു ഫലം ഇത്തവണ ഉണ്ടാകുമെന്ന് വിചാരിച്ചു. ആ തന്ത്രം പാളിപ്പോയി. അപ്പോ മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് നേരെ തിരിഞ്ഞുകുത്തിയ, അവരുടെ സ്വപ്നങ്ങളെ തകർത്ത ചില സംഭവങ്ങൾ അതിപ്പോഴും ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമലയിലെ കൊള്ളയാണ്. ഒരു 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 അന്തരീക്ഷമുണ്ട് കേരളത്തിൽ. വിശ്വാസികളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയ വലിയ മുറിവ് അതിൽ ഇപ്പോഴും ചോര കിനിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോണിയാഗാന്ധിയെ ഉണ്ണികൃഷ്ണൻ പൊറ്റി പോയി കണ്ടു. ആ സോണിയാഗാന്ധിയായിട്ട് ഡീൽ ഉറപ്പിച്ച് ഇറ്റലിയിലേക്ക് സ്വർണം കടത്തി എന്ന് പറയാതെ പറഞ്ഞുകൊണ്ടൊന്നും ഈ പരിക്ക് മാറാൻ പോകുന്നില്ല. കാരണം സോണിയാഗാന്ധി വിചാരിച്ച അവിടുന്ന് സ്വർണം കൊണ്ടുപോകാൻ പറ്റില്ല, അത് ആർക്കും അറിയാം. മാത്രമല്ല, കണ്ടത് 2013-14 കാലത്താണെന്നാണ് പറയുന്നത്. ആ കാലത്ത് ഉണ്ണികൃഷ്ണൻ പൊറ്റി ഒരു പ്രതിക്കൂട്ടിലും ഇല്ല. അയാള് ഈ ടൈപ്പാണെന്നും ഈ കാട്ടുകള്ളനാണെന്നും ഈ പറഞ്ഞ കേരളം കണ്ട ഏറ്റവും വലിയ എന്താ പറയാ കൊള്ളക്കാരനാണെന്നൊന്നും ആർക്കും അറിയില്ലായിരുന്നു. അയാളൊരു ഇതുമായിട്ട് പോയി അവരെ കണ്ടു കാണും. ഇനിയിപ്പോ അത് കാണാതിരുന്നെങ്കിൽ എന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ഒറ്റ പിടിവള്ളിയല്ലേ ഉള്ളൂ. ഇത്തരക്കാരെ കാണിക്കാൻ നിന്ന് സോണിയാഗാന്ധിയെ പോലെ ഒരു വലിയ നേതാവ് ഇങ്ങനെ കാണുന്നവർക്കൊക്കെ ദർശനം ആവശ്യപ്പെടുന്നവർക്കെല്ലാം ദർശനം കൊടുക്കാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അതിനകത്തൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ CPM-ന്റെ ആളുകളല്ലേ അന്ന് ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്നത്, അവരല്ലേ അനുമതി കൊടുത്തത്. അനുമതി കൊടുക്കാതെ ഇവിടുന്ന് ഒരു പണത്തൂക്കം സ്വർണം കടത്താൻ പറ്റുമോ? ഏതെങ്കിലും ഒരു സാധനം ഇവിടുന്ന് ചെന്നൈക്കോ ബാംഗ്ലൂർക്കോ ഹൈദരാബാദിനോ കൊണ്ടുപോകാൻ പറ്റുമോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഒരു തിരുടന് അവിടെ ഇത്രയും വലിയ ഇത് കിട്ടണമെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും അവിടുത്തെ ഉന്നത അധികാരികളും ഓഫീസർമാരും കണ്ണടച്ചു കൊടുക്കാതെ അവരിതിനെ നിൽക്കാതെ ഇത് നടക്കില്ലല്ലോ. അപ്പൊ ഇതിനകത്ത് ആ തെറ്റ് ഏറ്റുപറയാതെ, ഒരിക്കലും CPM എന്ന് പറയുന്ന പാർട്ടി ഇങ്ങനെ ഇത്തരം ആളുകളിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല, ഇവരത് ചെയ്യാൻ പാടില്ലായിരുന്നു, ഈ ചെയ്തവരെ ഞങ്ങൾ വെച്ച് ഉറപ്പിക്കില്ല, അവരെ പാർട്ടിയുടെ 7 അയലത്ത് അടുപ്പിക്കില്ല, ഈ പറഞ്ഞ പത്മകുമാറിനെയും ഈ പറഞ്ഞ വാസുവിനെയൊക്കെ അന്നേ എന്താ പറയാ കൈക്കലത്ത് പോലെ എടുത്ത് കളഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പരിക്കേൽക്കുമായിരുന്നോ പാർട്ടിക്ക്? അതുപോലെ തന്നെ ഈ പറയുന്ന ധാർഷ്ട്യം, മുഖ്യമന്ത്രിക്ക് അടക്കമുള്ള ധാർഷ്ട്യം, ഈ പറഞ്ഞൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ചേരാത്ത രീതിയിൽ അതിന്റെ ആ ഭരണ സാരഥ്യം വഹിക്കുന്ന ആളുകളെ ഇമാതിരി സ്തുതിഗീതങ്ങളിൽ, അതുപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളിലൊക്കെ അഭിനമിക്കുന്നത് ഒഴിവാക്കിയിട്ട് കുറെ കൂടി ജനകീയമായിട്ട് ഈ പറഞ്ഞ 40 വണ്ടികളുടെ 20 വണ്ടികളുടെയൊക്കെ അകമ്പടിയില്ലാതെ മനുഷ്യൻ സഞ്ചരിക്കുന്നത് പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ചേർന്ന രീതിയിലുള്ള ലാളിത്യവും അതുപോലെ തന്നെ ആ കുറെ കൂടി ഒരു സുതാര്യതയും ഒക്കെ പുലർത്തുക. നമ്മൾ കണ്ടല്ലോ, ഒരു കറുത്ത തുണി കണ്ടാൽ ഹാലളകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധങ്ങളുടെയും സമരങ്ങളുടെയും പരമ്പരകൾ സൃഷ്ടിച്ച് ആ സമര പോരാട്ടങ്ങളിലൂടെ കേരളത്തിന്റെ ജാതകം തിരുത്തി എഴുതിയ ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിന്റെ ചരിത്രത്തിൽ അതിൻ്റെതായ പ്രസക്തിയുണ്ട് തീർച്ചയായിട്ടും. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സ്വയം അധികാരത്തിലെത്തുന്ന സമയത്ത് ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഒരു കരിന്തുണി കണ്ടാൽ ഉടനെ ആ കരിന്തുണി പിടിക്കുന്നവന്റെ കൂമ്പ് പിടിച്ച് വാട്ടുന്ന രീതിയിലേക്ക് മാറിയത്. അതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ഇതിനെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക? ഇതൊക്കെ കേരളത്തിന്റെ സാർ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കേണ്ട ഒന്നാണ്. ഈ ധാർഷ്ട്യമെല്ലാം ഉപേക്ഷിച്ച് തിരിച്ച് ജനങ്ങളിലേക്ക് തന്നെ മടങ്ങി വരണം എന്ന ഒരു പോയിന്റ് തന്നെയാണ് ജോർജ് സാർ ഇപ്പോൾ മുന്നോട്ട് വെച്ചത്. സാർ ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കണക്കിൽ റോജി ഒറ്റ പോയിന്റ് കൂടി, ഈ പറഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ കണക്കെടുത്ത് നോക്കിയാൽ 85 സീറ്റുകളിൽ അവർക്ക് ഭൂരിപക്ഷമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കെടുത്ത് നോക്കിയാൽ 100-ലധികം സീറ്റുകളിൽ UDF-ന് ഭൂരിപക്ഷമുണ്ട്. അപ്പോ ആ ഒരു അവസ്ഥയും രാഷ്ട്രീയ യാഥാർത്ഥ്യവും വോട്ട് കടക്കും കൂടാതെ അവർ മുന്നിട്ട് വെക്കുന്ന ഈ ഇടതുപക്ഷ സർക്കാരിന്റെ സാമ്പത്തിക നയത്തിന് നേരെ വിപരീതമായിട്ട് കേരളത്തെ രക്ഷിക്കാൻ ഉതകുന്ന ബദൽ സാമ്പത്തിക നയങ്ങളും ബദൽ ഭരണ ശൈലിയും ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നേതാക്കൾ കേരളം അടുത്ത കാലത്ത് കണ്ട ഏറ്റവും നല്ല ഇലക്ഷൻ മാനേജർ VD സതീശനാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല.
അപ്പൊ അവരെല്ലാവരും കൂടെ ചേർന്ന് ഈ ലക്ഷ്യ എന്ന് പറയുന്ന പദ്ധതിയുടെ ഒരു പുതിയ ഒരു 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 എന്താ പറയാ അഭിപ്രായ വ്യത്യാസത്തിന്റെ ഒരു കണിക പോലും ഒറ്റക്കെട്ടായ അവരെ കുറിച്ചുള്ള മെയിൻ ആരോപണം എന്താ? അവർ തമ്മിലടിച്ച് നശിക്കുന്നതാണ്. അതെ. യാദവകുലം ഭിന്നത എപ്പോഴും ഉണ്ട് ഞങ്ങൾ എന്നുള്ളതാണ്. ഒറ്റക്കെട്ടാണെന്ന് സന്ദേശം കൊടുത്താൽ ഒരുപക്ഷെ, ഞാൻ 100 പറയുന്നില്ല, പക്ഷെ അതിലേക്ക് എത്താനുള്ള ഒരു സാധ്യത ഇല്ലായികയില്ല എന്നതാണ് റോജി രാഷ്ട്രീയ യാഥാർത്ഥ്യം. ഓക്കെ, അഡ്വക്കേറ്റ് ശിശുൽ ഗോപാൽ, അതായത് ഈ നമ്മുടെ സർക്കാർ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, ജനങ്ങൾക്ക് വേണ്ടി പെൻഷന്റെ കാര്യങ്ങളാണെങ്കിലും കാര്യങ്ങൾ എല്ലാം തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ജനങ്ങളുടെ മനസ്സിൽ അവരുടെ അന്നുള്ള ആവശ്യങ്ങൾ, നീഡ്സ് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു സർക്കാർ ആണ് ഇത് എന്ന് CPM പറയുമ്പോൾ നിങ്ങൾ പിന്നെ എങ്ങനെയാണ് ജനങ്ങളെല്ലാം കൂട്ടിപ്പിടിച്ച് ഇത്രയും സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത്? അതൊരു സ്വപ്നം മാത്രമായി മാറുകയില്ലേ? ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്നത് പോലെ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്നൊക്കെ പറയുന്നത് പോലെ ആയി മാറുകയല്ലേ? അങ്ങയുടെ ഓഡിയോ മ്യൂട്ടാണോ? ഈ റോജി, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇടതുപക്ഷത്തിനെ തോൽപ്പിക്കുക എന്നതിനേക്കാൾ വലിയ പ്രശ്നമാണ് അവരെ തോറ്റു എന്ന് മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ട ലിജുവിനോട് ഇപ്പൊ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടുള്ളത്. ഭരണവിരുദ്ധ വികാരമില്ല എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് തന്നെ അവരിയ്ക്കണം. അവരിതുപോലെ തന്നെ വീണ്ടും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 100 എന്നുള്ള ഞങ്ങളുടെ നമ്പർ വീണ്ടും കൂടാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പൊ ലിജു നേരത്തെ സൂചിപ്പിച്ച, ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി സൂചിപ്പിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലമായി പിണറായി വിജയൻ സർക്കാർ കേരളത്തിൽ കാഴ്ചവെച്ച വികസന പ്രവർത്തനമായി പൊതുവിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടായി. ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലയില് പുതുക്കാട് അസംബ്ലി ഉണ്ട്, മുൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിയോജകമണ്ഡലമാണ്. ആ നിയോജകമണ്ഡലത്തിനകത്ത് പണിത ഈ കിഫ്ബിയിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ച് പണിത ബിൽഡിങ്ങുകളുണ്ട്. ആ ബിൽഡിങ്ങുകൾ വെറുതെ കൈകൊണ്ടൊന്ന് പോയി പിടിച്ചു കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകുന്ന രീതിക്കുള്ള ബിൽഡിങ്ങുകളാണ്. അത് മാത്രല്ല, ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്കാണ് വിദ്യാലയത്തിൽ ഇരുന്ന കുട്ടീനെ ഈ ബെഞ്ചിന്റെ അടിയിൽ നിന്ന് വന്ന പാമ്പ് കടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ കേരളത്തിനകത്തെ സർക്കാർ കലാലയങ്ങളിലാണ് ഇപ്പോഴും പ്രിൻസിപ്പാൾമാരില്ലാതെ മഹാഭൂരിപക്ഷം കലാലയങ്ങൾ പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കേരളത്തിലാണ് VC-മാരില്ലാതെ കേരളത്തിലെ സർവകലാശാലകൾ മുഴുവനും ഭരണ പ്രതിസന്ധി നേരിട്ടത്. ഈ കേരളത്തിലാണ് ഈ കേന്ദ്ര ഗവൺറുമായി സമരസപ്പെട്ട് സംഘപരിവാറിന്റെ പ്രതിനിധികളെ VC-ആയി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ കേരളത്തിനകത്തുള്ള പൊതുവിദ്യാലയങ്ങളുടെ ഏറ്റവും മികച്ച മാതൃക കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പില് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് ചെയ്യാൻ പോയ വോട്ടിംഗ് കേന്ദ്രത്തിലെ സ്കൂളിന്റെ അവസ്ഥ അന്ന് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. നിങ്ങൾ എത്രയൊക്കെ കൊട്ടി ആഘോഷിച്ചാലും എത്രയൊക്കെ PR വർക്ക് നടത്തിയാലും കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം ഇത്ര മാത്രം താറുമാറായ ഒരു കാലഘട്ടം കേരളത്തിന് ഉണ്ടായിട്ടില്ല. ഇനി അത് പോട്ടെ, ഇനി വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ലിജു സൂചിപ്പിക്കേണ്ടായി. വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 10 വർഷത്തിൽ എത്ര തവണയാണ് നിങ്ങൾ വൈദ്യുതി നിരക്ക് കൂട്ടിയത്? എത്ര ശതമാനമാണ് വൈദ്യുതി നിരക്ക് കൂട്ടിയത്? എത്ര ശതമാനമാണ് കുടിവെള്ളത്തിന്റെ കരം കൂട്ടിയത്? എത്ര ശതമാനം അവശ്യ സാധനങ്ങളുടെ വില കൂട്ടിയത്? ഈ കേരളത്തിനകത്ത് സാധാരണക്കാരനായ ഒരു തൊഴിലാളിക്ക് അവന്റെ കൂലിപ്പണം ഉപയോഗിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കിയ ഒരു സർക്കാരല്ലേ ഇടതുപക്ഷ സർക്കാർ. ആ സമയത്ത് തന്നെയാണ് PSC അംഗങ്ങളുടെ, ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ, അങ്ങനെ സർക്കാർ വിലാസത്തിൽ കയറിയ പാർട്ടിക്കാർക്ക് മുഴുവൻ അവർ ശമ്പള വേതന വർധനവും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കുമ്പോൾ ഇവിടെ സാധാരണക്കാരന് കേരളത്തിനകത്ത് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച പൊതുവിതരണ കേന്ദ്രങ്ങളുടെ മാതൃകയായിരുന്നു മാവേലി സ്റ്റോറുകൾ. ഇന്ന് ആ മാവേലി സ്റ്റോറിന്റെ അഡ്രസ് ഉണ്ടോ? ആ മാവേലി സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ സാധാരണക്കാരന് എന്ത് ഉൽപ്പന്നമാണ് ലഭിക്കാവുന്ന സാഹചര്യമുള്ളത്? അതായത് പൊതുവിതരണ രംഗം മൊത്തമായി തകർത്തു. ഇനി ആരോഗ്യ രംഗത്തേക്ക് വന്നു കഴിഞ്ഞാലോ, ഈ ആരോഗ്യ രംഗത്ത് കഴിഞ്ഞ ദിവസം കേരളത്തിലെ ആരോഗ്യമന്ത്രി നൃത്തം കളിക്കുന്ന വീഡിയോ വളരെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയുണ്ടായി. ആ ആരോഗ്യമന്ത്രിയോട് സൂചിപ്പിക്കാനുള്ളത്, ഇന്നാളിലെ മെഡിക്കൽ കോളേജിനകത്ത് സാധാരണക്കാരായ ആളുകൾക്ക് സർജറിക്ക് വരുമ്പോൾ സൂചിയും നൂലും കൊണ്ട് സർജറിക്ക് വരേണ്ട സാഹചര്യമെങ്കിലും ഒഴിവാക്കി തരണം. ഈ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന കാരുണ്യ പദ്ധതി ഇന്ന് എവിടെയാണ്? എത്ര കോടി രൂപയാണെന്ന് കൊടുക്കാനുള്ളത്? ശ്രുതികിരണം പദ്ധതി ഇന്ന് എവിടെയാണ്? എത്ര കാലമായി സ്തംഭിച്ചെടുക്കുന്നത്? ഇതെല്ലാം സ്തംഭിക്കുകയും ഈ ആരോഗ്യ രംഗത്ത് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾക്കകത്തേക്ക് ഒരു സാധാരണക്കാരന് ചികിത്സയുമായി പോയി കഴിഞ്ഞാൽ അവന് ജീവനോടെ തിരിച്ചു വരാൻ പറ്റുമോ എന്ന് ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിലാണെന്ന് കേരളത്തിന്റെ ആരോഗ്യരംഗം നടുവൊടിഞ്ഞെടുക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആരംഭം കുറിച്ച മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ ഇന്ന് എന്താണ്? പിണറായി വിജയൻ സർക്കാർ വന്നപ്പോൾ ആദ്യം ഫുൾ സ്റ്റോപ്പ് ഇട്ടത് കേരളത്തിന്റെ ആരോഗ്യ രംഗത്ത് ഏറ്റവും വലിയ വിപ്ലവകരമായ മാറ്റത്തിന് ആരംഭം കുറിക്കുകയായിരുന്ന
ആ മെഡിക്കൽ കോളേജുകളുടെ എല്ലാത്തിനും പ്രവർത്തനം അവസാനിപ്പിച്ചു. എന്നിട്ട് ഇപ്പോഴും പറയുകയാണ് കോവിഡിന്റെ കാലത്തെ കിറ്റുകളിൽ പോലും അന്ന് മേടിച്ച PP കിറ്റുകളുടെ പേരിൽ പോലും കോടികൾ അഴിമതി നടത്തിയ ഈ ആൾക്കാർ പറയാണ് ആരോഗ്യ രംഗത്തിനെ കേരളം ഇന്നേ വരെ കണ്ടിട്ട് മാതൃകയായ ആരോഗ്യം കാണിക്കുന്നു. ഇനി അവിടെ മാത്രമല്ല, ഇനി ഗെയിൽ പദ്ധതി മുടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം സമരം നടത്തിയ ആൾക്കാർ ആരാ? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഗെയിൽ പദ്ധതി നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ് കേരളത്തിൽ ഒട്ടാകെ സമരം നടത്തി ആ പദ്ധതി വൈകിപ്പിച്ച ആൾക്കാരാണ് ഇപ്പൊ പറയുന്നത് ഈ ഗെയിൽ പദ്ധതിയിൽ പിതൃത്വം ഏറ്റെടുക്കുന്നത്. നേരത്തെ ജോർജ് സാർ പറയുണ്ടായി, കേരളത്തിനകത്ത് ഏതൊരു സർക്കാർ വരുമ്പോൾ ആ സർക്കാരിന് ഒരു പൈലറ്റ് പദ്ധതി ഉണ്ടായിരിക്കും. ആ സർക്കാരിന്റെ മുഖമുദ്രയായ ഒരു പദ്ധതി ഉണ്ടായിരിക്കും. പിണറായി വിജയൻ സർക്കാർ കേരളത്തിൽ ഈ അടുത്ത കാലത്തൊന്നും കാണാത്ത രീതിയിൽ, ഇന്നവരെ കാണാത്ത രീതിയിൽ തുടർഭരണം കിട്ടിയിട്ട് പോലും ഒരു പൈലറ്റ് പദ്ധതി പോലും ഈ കേരളത്തിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യം മാറ്റിമറിക്കാൻ പറ്റുന്ന, അവന്റെ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കാൻ പറ്റുന്ന, അവന്റെ ജീവിതമാർഗം വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു പദ്ധതി പോലും ഇല്ലാത്ത ഇത്രയും നിരാശ നിറഞ്ഞൊരു ഭരണകാലം ഈ കേരളത്തിൽ ചരിത്രത്തിൽ ഉണ്ടായില്ല. ഓക്കെ, തീർച്ചയായിട്ടും. ലിജു, അങ്ങിലേക്ക് വരികയാണ്. അതായത് PR വർക്കിന്റെ പുറത്ത് മാത്രമുള്ള ഒരു ഭരണ സംവിധാനമാണ്, നേട്ടങ്ങൾ മാത്രമാണ് ഈ പറയുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞ പോയിന്റുകൾ. ശരിക്കും ഇവർ പറഞ്ഞ് കേൾക്കുമ്പോൾ സാധാരണ ഒരാൾ വിചാരിക്കും 10 വർഷമായിട്ടും നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം PR വർക്കിലൂടെ മാത്രമുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം മാത്രമാണ് എന്നുള്ളതാണ്. എവിടെ ഇങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുക? ശ്രീ ലിജു. ഇവിടെ രണ്ട് ആളുകളാണ് നിലവിൽ, രണ്ടാളുകൾക്കാണ് എനിക്ക് മറുപടി പറയേണ്ടതായിട്ടുള്ളത്. ഞാൻ ഒരാളാണുള്ളത്. ഇവിടെ തോറ്റു എന്ന് സമ്മതിക്കാൻ പാട് എന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രതിനിധി, കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ അദ്ദേഹം പറഞ്ഞത്. എവിടെയാണ് തോറ്റു എന്ന് സമ്മതിക്കാത്തത്? ഞങ്ങൾ തോൽവി അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് മറ്റു കാര്യങ്ങളൊക്കെ. രാഷ്ട്രീയം നമുക്ക് പറഞ്ഞല്ലേ പറ്റുള്ളൂ. എങ്ങനെയാണ് തോൽവി സംഭവിച്ചതെന്നും അതുപോലെ തന്നെ ആ തോൽവി സംഭവിക്കുമ്പോഴും അവിടെ എത്രത്തോളം നമുക്ക് പുറകിലേക്ക് പോയി, എത്രത്തോളം നമ്മൾ പിന്നിലോട്ട് പോയി എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയേണ്ടി വരും. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ചർച്ച ചെയ്ത രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചും പറയേണ്ടതായി വരും. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നടന്നിട്ടുള്ള ഒരു വികസനങ്ങളെ സംബന്ധിച്ചൊരു ചർച്ച നടന്നിട്ടില്ല എന്നുള്ള വസ്തുതയാണ്. എത്രയൊക്കെ മറച്ചു വെക്കാൻ നോക്കിയാൽ അതെല്ലാം വസ്തുതയാണ്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ പുലിപ്പാർ സാറ് പറഞ്ഞ ചില കാര്യങ്ങളെ കുറിച്ച് കൂടി എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഇവിടെ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം നമുക്ക് വലിയ തിരിച്ചടി ഉണ്ടായി. പുതുപ്പള്ളിയും നിലമ്പൂരും ഒക്കെ മുൻപ് ആരാണ് ഉണ്ടായിരുന്നതെന്ന് പരിശോധിക്കണം. മൃഗീയമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന UDF-ന്റെ മണ്ഡലങ്ങളാണ്. ആ മണ്ഡലം ഞാൻ പറഞ്ഞു വരാം. PV അൻവർ UDF അല്ലായിരുന്നു, അത് വസ്തുതയാണ്. PV അൻവറിനെ സംബന്ധിച്ച് അവിടെ ഉണ്ടായ PV അൻവർ ഉൾപ്പെടെ മത്സരരംഗത്ത് വന്നു, കോൺഗ്രസ് മത്സരരംഗത്ത് വന്നു. സ്വാഭാവികമായും വോട്ട് സ്പ്ലിറ്റായി പോകുന്ന സാഹചര്യം ഉണ്ടായി. മുൻകാലങ്ങളിൽ ഏറ്റവും മൃഗീയമായ ഭൂരിപക്ഷം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. PV അൻവർ അല്ല, അതിന് തൊട്ടു മുമ്പ് ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. UDF-ന് വലിയ മേൽക്കൈയുള്ള മണ്ഡലമാണ് നിലമ്പൂർ. ഞാൻ പറയാൻ കാരണം, ആ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരിടത്ത് ഞാൻ ചുമതല വഹിച്ചവിടെ പോയിട്ടുള്ള ആളായതുകൊണ്ട് പറഞ്ഞതാണ്. അവിടെ പൊതുവായി പിന്നെ UDF-ന് അനുകൂല സാഹചര്യമുള്ള ഒരു മണ്ഡലമാണ്. അത് ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞാലും മാറ്റി വെക്കാൻ വരും. പിന്നെ നമ്മൾ ഉപതെരഞ്ഞെടുപ്പിന് ചേലക്കര നമുക്ക് പിന്നെ അനുകൂല സാഹചര്യമുള്ള മണ്ഡലമായിരുന്നു. ചേലക്കര നമ്മൾ തിരിച്ചു പിടിക്കേണ്ടതായി. പിന്നെയുള്ളത്, ഇവിടെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ ത്രിതല പഞ്ചായത്തുകൾ പരിശോധിക്കേണ്ടത്. ത്രിതല പഞ്ചായത്തിൽ ഏറ്റവും അവസാന ഘട്ടത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളൊന്ന് പരിശോധിക്കണം. പിന്നെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 15-ൽ 12 ഇടത്തും ഇടതുപക്ഷമാണ് വിജയിച്ചത്. അതൊന്ന് പരിശോധിക്കേണ്ടത്. അപ്പൊ അങ്ങനെ തീർത്തും നമുക്ക് എഴുതിത്തള്ളി കളയാൻ കഴിയുന്ന അന്തരീക്ഷമല്ലായിരുന്നു ഈ കേരളത്തിനകത്തുള്ളത്. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ കോർപ്പറേഷൻ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു. കോർപ്പറേഷൻ തിരുവനന്തപുരം പറയണ്ട എന്തുകൊണ്ടാ സാർ അത് അങ്ങനെ പറഞ്ഞു പോയത്? തിരുവനന്തപുരത്തെ കുറിച്ചും പറയണ്ടേ? 50 സീറ്റിൽ BJP വിജയിച്ചു. ആ 50 സീറ്റിൽ BJP വിജയിക്കുമ്പോൾ 40 ഇടങ്ങളിൽ BJP വിജയിച്ച 40 ഇടങ്ങളിൽ കോൺഗ്രസ് എന്തുകൊണ്ടാണ് മൂന്നാമതായി പോയത്? അതിൽ ഏകദേശം 7-8 സ്ഥലങ്ങളിൽ 60-ൽ താഴെയാണ്, 60-നല്ല 1000-ന് താഴെയാണ് കോൺഗ്രസിന്റെ വോട്ട്.
അതായത് 6000 7000 വോട്ട് വരുമ്പോൾ കോൺഗ്രസിന്റെ വോട്ട് നിൽക്കുന്നത് 1000 താഴെയാണ്. എന്തുകൊണ്ടാ അങ്ങനെ സംഭവിച്ചത്? അപ്പൊ അതിലൊക്കെ വ്യക്തമായി ജനങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പാഠം കൂടിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ നിങ്ങൾ വർഗീയവാദികളുമായി കൂട്ടുപിടിച്ചതും കോൺഗ്രസിന്റെ ജമാഅത്ത് ഇസ്ലാമിയുമായും SDP ചിലയിടങ്ങളിൽ BJPയുമായി ഉൾപ്പെടെ ഇന്ന് നടന്ന നമ്മൾ കണ്ടതാണല്ലോ, പഞ്ചായത്ത് സ്ഥിരം സമിതിയുടെ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുകയുണ്ടായി. അതിൽ പനവൂര് പഞ്ചായത്ത്, തിരുവനന്തപുരം ജില്ലയിലെ പനവൂര് ആര്യങ്കോട് പഞ്ചായത്ത് കോൺഗ്രസും BJPയും തമ്മിൽ ധാരണയാണ്. ആലപ്പുഴയിലെ താമരക്കുളം, കാസർഗോഡത്തെ കൊല്ലൂർ ചെറിയ പഞ്ചായത്ത്, പാലക്കാടത്തെ പെരിങ്ങോട്ടുകുറി കുറിശി പഞ്ചായത്ത്, ഇവിടെയെല്ലാം കോൺഗ്രസും BJPയും ലീഗും തമ്മിൽ ഒരു കോലീബി സഖ്യം ഉണ്ടാക്കിയിരിക്കുകയാണ്. അവിടെയെല്ലാം വർഗീയവാദികളുമായി പറഞ്ഞു പോയതാ. ശരി, പിന്നെ ലിജു പൂർത്തിയാട്ടെ, ലിജു പൂർത്തിയാക്കും. അല്ലെ, ഞാനൊന്ന് പൂർത്തിയാക്കിയിട്ട് സാറിന് പറയാം. പിന്നെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് ഉൾക്കൊണ്ടു പോകുന്നില്ല. യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വർത്തമാനം പറയുന്നത്. നിങ്ങളിപ്പോ ഒന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്, ഒരു പൊതു ശൈലി ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം നടക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. PR വർക്ക് ആരാണ് നടത്തുന്നതൊക്കെ നല്ല ധാരണ ഞങ്ങൾക്കുണ്ട്. PR വർക്ക് ആരാണ് കനകോലു എന്നും കനകോലു ഇപ്പൊ എത്രത്തോളം കോൺഗ്രസിന് വേണ്ടി പണിയെടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നല്ല ബോധ്യമുണ്ട്. ഞങ്ങളുടെ ഒരു PR വർക്ക് നടത്തിയിട്ടല്ല. ഞങ്ങളുടെ PR വർക്ക് പറയുകയാണെങ്കിൽ അത് പെൻഷനാണ്. പെൻഷൻ കൊടുക്കുന്നത് PR വർക്കാണ്. പെൻഷൻ വർക്കുന്നതാണ് പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയില്ല. അങ്ങ് പറഞ്ഞതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ഒട്ടനവധി കാര്യം ഉണ്ടായിരുന്നു. ഞാൻ മിണ്ടിയില്ല. 2000 രൂപ വെച്ച് പെൻഷൻ വാങ്ങിയത് ആളുകളുണ്ട്. ആ ആളുകൾ PR വർക്കിന്റെ ഭാഗമായിട്ടാണോ വോട്ട് ചെയ്തത്? ഇപ്പോ ഏറ്റവും ഒടുവിൽ 1000 രൂപ വെച്ച് സ്ത്രീ സുരക്ഷാ പെൻഷന്റെ ഭാഗമായി കൊടുക്കുകയാണ്. യുവാക്കൾക്ക് 1000 രൂപ വെച്ച് സ്കോളർഷിപ്പ് കൊടുക്കുകയാണ്. ഇതൊന്നും ഈ രാജ്യത്തിനകത്ത് ഒരു സ്റ്റേറ്റിലും ഇല്ലല്ലോ. നിങ്ങളുടെ രാജസ്ഥാനിലുണ്ടോ? കർണാടകയിലുണ്ടോ? നിങ്ങൾ ഭരിക്കുന്ന ഏതെങ്കിലും സ്റ്റേറ്റിനകത്തുണ്ടോ? രാജസ്ഥാനിൽ നിങ്ങൾ ആയിരുന്നല്ലോ. ഞാൻ പറഞ്ഞു വന്നത് പിന്നെ മറ്റൊന്ന്, ഇവിടെ വലിയ പ്രോജക്റ്റിനെ പറ്റി പറയുകയാണ്. വലിയ പ്രോജക്റ്റ് നിങ്ങൾ കല്ലിട്ട് പോയതല്ലാതെ ഏത് കല്ലാണ് നിങ്ങൾ ഒരു പണി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞത്? കല്ലിട്ട് പോയി, തർക്കമൊന്നുമില്ല. ഇവിടെ വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നത്, യാഥാർത്ഥ്യമാക്കിയതാരാ? എന്തുകൊണ്ടാണ് അത് പറയാത്തത്? അപ്പൊ അതൊന്നും നിങ്ങൾ പറയില്ല. നിങ്ങൾ നേട്ടങ്ങളിൽ തന്നെ ഊന്നി തന്നെയാണ് ലിജു കാര്യങ്ങൾ സമയത്തിന്റെ ഒരു കുറവുകൊണ്ടാണ്. രണ്ടാളുകൾ പറയുന്ന കാര്യത്തിന് അങ്ങ് ശരി, ശബരിമല കൊള്ളയെ സംബന്ധിച്ച് പറഞ്ഞു. ശബരിമല കൊള്ള ഇപ്പൊ എവിടെയാ ചെന്ന് നിൽക്കുന്നത്? ഈ സോണിയാഗാന്ധിക്ക് ഈ പറഞ്ഞ ആളുകൾ അങ്ങയുടെ അവസരത്തിൽ ഞാൻ ഇടപെട്ടില്ല. അവസരത്തിൽ എനിക്ക് പറയാനുള്ള അവസരം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടപെടും. അല്ല അത് ശരിയായിട്ടുള്ള നിലപാട്, ശരിയായിട്ടുള്ള രീതിയല്ല. റോജി അങ്ങ് ഇടപെടണം അതിനകത്ത്. തീർച്ചയായിട്ടും ഇവിടെ രണ്ടാളുകൾ പറഞ്ഞപ്പോഴും ഞാൻ ഇടപെട്ടില്ല. എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാൻ വസ്തുതയാണ് പറയുന്നത്. എനിക്ക് ഒരുപാട് വിഷയത്തിൽ അവർ പറഞ്ഞതിൽ നുണകളാണെന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട്. ആരോപണങ്ങൾ കള്ള ആരോപണമാണെന്നുള്ള അഭിപ്രായ വ്യത്യാസം അവിടെയൊന്നും ഞാൻ ഇടപെട്ടില്ലല്ലോ. എനിക്ക് പറയാൻ തന്ന അവസരത്തിൽ മാത്രമാണ് ഞാൻ പറയുന്നത്. തീർച്ചയായും സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് അടൂർ പ്രകാശ് എം ആന്റോ ആന്റണിയും കൂടി എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ആളുകളുമായി പോയത്? സോണിയാഗാന്ധിക്ക് അവിടെ കൊണ്ടുപോയി കയ്യിൽ എന്തോ കെട്ടിക്കൊടുക്കുന്നു, ഉപഹാരം കൊടുക്കുന്നു. സോണിയാഗാന്ധിക്ക് അറിയില്ല. പക്ഷെ അടൂർ പ്രകാശ് MPയുമായി എന്താണ് ബന്ധം? അദ്ദേഹവുമായി എന്താണ് ബന്ധം? ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് 2002 ആരാ കൊണ്ടുവരുന്നത്? അതും പരിശോധിക്കണ്ടേ? അപ്പൊ പിന്നെ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ ഇവിടെ ചർച്ച ചെയ്യുമ്പോ നിങ്ങൾ ഓർക്കേണ്ടത്, ഓരോ ആളുകൾക്കും ഓരോ സ്വഭാവ ശൈലിയും ഓരോ രാഷ്ട്രീയ ഘടനയൊക്കെ ഉണ്ടാവും, ഓരോ ശരീരഘടനയൊക്കെ ഉണ്ടാവും. അവരതനുസരിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത്. പക്ഷേ എത്രത്തോളം മനുഷ്യത്വപരമായ ഇടപെടൽ നടത്തുന്നു നിങ്ങൾ മനസ്സിലാക്കി. തൊട്ടടുത്ത് കർണാടകയിൽ 400 വീടുകൾ തകർക്കുമ്പോൾ തൊട്ടിപ്പുറത്ത് 4,73,000 വീടുകൾ കൊടുത്ത് ഇവിടത്തെ സാധാരണപ്പെട്ടവന്റെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചത്
എത്ര ആളുകളുടെ പട്ടിണി മാറ്റാൻ ഈ നാട്ടിനകത്ത് ഇപ്പോഴും നിങ്ങൾ ഇവിടെ മാവേലി സ്റ്റോറുകളെ കുറിച്ച് പറഞ്ഞു. ഈ തൊട്ടടുത്ത് കഴിഞ്ഞു പോയ ക്രിസ്മസ് ഉണ്ടല്ലോ, അതുപോലെ ഓണം കടന്നു പോയല്ലോ, ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് എവിടെയെങ്കിലും സാധനമില്ല എന്നോ അല്ലെങ്കിൽ പോട്ടെ എവിടെയെങ്കിലും സാധനം കുറവായി പോയെന്നോ ആളുകൾക്ക് ലഭിക്കില്ല എന്നോ തീർച്ചയായിട്ടും അതാണ്, അതായത് ഭരണവിരുദ്ധ വികാരത്തിന്റെ ജനങ്ങളോടൊപ്പം തന്നെയാണ് സർക്കാർ ഉള്ളത്. ജനങ്ങളോടൊപ്പം അവരുടെ എല്ലാ വിധത്തിലുള്ള പ്രതിസന്ധികളിലും ഇടപെടുന്നുണ്ട് സർക്കാർ എന്നുള്ളത് തന്നെയാണ് ലിജുവിന്റെ പോയിന്റ്. ജോർജ് സാർ, അതായത് ഇപ്പോൾ നമ്മൾ രണ്ട് മുന്നണികളെ കുറിച്ച് സംസാരിച്ചു. NDA എങ്ങനെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എന്താണ് അവർക്ക് ചെയ്യാൻ കഴിയുക? തീർച്ചയായിട്ടും ഞാൻ ലിജുവിന് മറുപടി പറയുന്നില്ല, അദ്ദേഹം അങ്ങനെ പറഞ്ഞോട്ടെ. ഇല്ല സർ, സമയക്കുറവുകൊണ്ടാണ്. പറയാനുള്ള അവകാശമുണ്ട്. പലതും കള്ളമാണ്, പലതും അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കാൻ വളരെ അനായാസം കഴിയുകയും ചെയ്യും. ഞാൻ പക്ഷെ അതിനൊന്നും മറുപടി പറയുന്നില്ല. താങ്കളുടെ ചോദ്യത്തിലേക്ക്, സ്പെസിഫിക് ആയിട്ട് ചോദ്യത്തിലേക്ക് വരികയാണ്. അതായത് BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിജയത്തിന്റെ തൂവല് എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുത്തു എന്നുള്ളതാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അതൊരു സംസ്ഥാന തലസ്ഥാനത്ത് രാജ്യം ഉറ്റുനോക്കുന്ന ഒരു വിജയം നേടാൻ അവർക്ക് കഴിഞ്ഞു. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രതീക്ഷ പകരുന്ന, അവരുടെ ദേശീയ നേതൃത്വത്തിനടക്കം ആവേശം കൊള്ളിച്ച ഒരു ജയമാണെന്നുള്ളത് സംശയമില്ല. ആ കാര്യത്തിൽ CPM-ന് കിട്ടിയ ആഘാതം ചെറുതല്ല എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ലിജു എന്ത് പറഞ്ഞാലും ശരി, അവരുടെ വോട്ട് BJP ജയിച്ചെടുത്ത് കുറഞ്ഞു, അങ്ങനെയുള്ള വോട്ട് കണക്കുകളിൽ അഭിനയിക്കാമെന്നല്ലാതെ അവരുടെ സീറ്റ് കണക്കിൽ നോക്കുകയാണെങ്കിൽ 10 എന്നുള്ളത് 19 ആക്കി എന്നുള്ളിടത്ത് ഇരട്ടിയിലേറെ സീറ്റ് വർദ്ധിപ്പിച്ച ഒരു മുന്നണിയോടാണ് നിങ്ങളുടെ വോട്ട് കുറഞ്ഞു എന്ന് പറയുന്നത് വില പോകുന്ന ഒരു കാര്യമല്ല. മറ്റൊന്നോടത്തിൽ ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. 10-ൽ നിന്ന് 20-ലേക്ക് അല്ലെ 19-ലേക്ക് വിജയം കൂട്ടിയ. പക്ഷെ BJPക്ക് തിരുവനന്തപുരത്തെ ആ വിജയത്തിന്റെ തിളക്കം ഉണ്ടെങ്കിലും മറ്റു പല സ്ഥലങ്ങളിലും അവരെ പന്തളം നഗരസഭ അവർ ഭരിച്ചുകൊണ്ടിരുന്നാണ് നഷ്ടപ്പെട്ടു, കൊടുങ്ങല്ലൂർ നഗരസഭ അവർക്ക് നഷ്ടപ്പെട്ടു, ഇതങ്ങനെ പലതും നഷ്ടപ്പെട്ടെങ്കിലും മൊത്തത്തിൽ അവർക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 20% വോട്ടുണ്ടായിരുന്നു. ഇത്തവണ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 14.6-ലേക്ക് അവരുടെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ള വസ്തുതയുണ്ട്. അതും നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ്. പക്ഷെ ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ അവർക്ക് ചില പ്രതീക്ഷകൾ പകരുന്ന കുറേ മണ്ഡലങ്ങളിൽ അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയും. നേമം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സെൻട്രൽ പോലുള്ള മണ്ഡലങ്ങളിൽ വേണമെങ്കിൽ വിജയസാധ്യത പ്രതീക്ഷിക്കാവുന്ന രീതിയിൽ അവർക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും തൃപ്പൂണിത്തറ നഗരസഭയിലടക്കം അവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കുറെ അവർക്ക് കഴിഞ്ഞ തവണ അവർ മത്സരം കിട്ടിയ പല ഗ്രാമപഞ്ചായത്തുകളും നഷ്ടപ്പെട്ടെങ്കിലും അവർക്ക് കിട്ടാതെ പോയ പല ഗ്രാമപഞ്ചായത്തുകൾ ഇക്കുറി അവർ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ BJP അവഗണിക്കാവുന്ന ശക്തിയല്ല. ഒരുപക്ഷെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരൊരു കേരളത്തിൽ അക്കൗണ്ട് തുറക്കും എന്നുള്ള കാര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ അധികം സംശയിക്കേണ്ട, പാഴൂർ പഠിപ്പുര വരെ പോകേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ഈ കോർപ്പറേഷനുള്ളിൽ ഉൾപ്പെടുന്ന ചില മണ്ഡലങ്ങളിലെങ്കിലും BJP ഇത്തവണ ജയിക്കും എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്ന. അവരുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നതൊക്കെ അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും ഒരു ഭരണത്തിലേക്ക് അവർ വിചാരിക്കുന്ന പോലെ 10 സീറ്റിലേക്കൊന്നും അവരെത്താൻ സാധ്യതയില്ലെന്നാണ് ഞാൻ കരുതുന്നത്. എങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടെ ഇരു മുന്നണികളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാന്നിധ്യം അറിയിക്കാനും മത്സരത്തിന്റെ തീവ്രത കൂട്ടാനും ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി കുറേ സ്ഥലങ്ങളിലെങ്കിലും സൃഷ്ടിച്ചെടുക്കാനും പോകുന്ന ഒരു ജനപിന്തുണ BJPക്ക് ഉണ്ട്, NDAക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അക്കാര്യത്തിൽ കൂടുതൽ ഭയപ്പെടേണ്ടത് എനിക്ക് തോന്നുന്നു CPM ആണ്. കാരണം പല സ്ഥലങ്ങളിലും CPM-ന് പരമ്പരാഗതമായി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ജനവിഭാഗങ്ങളിൽ നിന്നുള്ള ആ ഒരു ചോർച്ചയാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം പോലുള്ള ജില്ലകളിൽ നമ്മൾ കണ്ടതാണ്. CPM-ന് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായതും ഈ ചോർച്ച. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ സമുദായങ്ങളിലെ വോട്ട് ചോർച്ചയാണ് CPM-ന് കുഴക്കിയതെങ്കിൽ അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് നഷ്ടമുണ്ടാക്കിയതെങ്കിൽ അതേപോലെ തന്നെയുള്ള ഒരു രാഷ്ട്രീയ ചിത്രമാണ് ഈ കുറി ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ BJP ഒരു വലിയ വെല്ലുവിളിയായിട്ട് ചില സ്ഥലങ്ങളിൽ, ചില ജില്ലകളിലെങ്കിലും ഇരു മുന്നണികൾക്കും വെല്ലുവിളിയാകാൻ അവർക്ക് കഴിയും. അവർ ഇക്കുറി അക്കൗണ്ട് തുറക്കുക മാത്രമല്ല, ചിലപ്പോ ഒരു എന്താ പറയാ 5-ലേക്കോ 4-ലേക്കോ എങ്കിലും എത്തിപ്പെടാനുള്ള സാധ്യതയും. അതായത് സാറ് പറഞ്ഞു വരുന്നത് ഇരു മുന്നണികൾക്കും ശക്തമായ രീതിയിലുള്ള ഒരു വെല്ലുവിളി സൃഷ്ടിക്കാൻ ഈ കുറി NDAക്ക് കഴിയും എന്നുള്ളത് തന്നെയാണ്. അതെ, സാന്നിധ്യം മാത്രമല്ല, ഇത്തവണ അവർക്ക് ഒരുപക്ഷെ അക്കൗണ്ട് തുറക്കാൻ ആ അക്കൗണ്ട് മുമ്പിലൊന്നും നിന്നോളൊന്നുമില്ല. ഓക്കെ, തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയം എന്നത് സാധ്യതകളുടെയും അപ്രതീക്ഷിതത്വങ്ങളുടെയും കേളീരംഗമാണ്.
പ്രവചനങ്ങൾക്കും സർവേകൾക്കും അപ്പുറം ജനമനസ്സാക്ഷിയുടെ കോടതിയിൽ ആര് വിജയിക്കുമെന്ന് കാലം തെളിയിക്കും. 100 സീറ്റ് എന്നത് UDF-ന് ഒരു സ്വപ്നമായിരിക്കാം. എന്നാൽ ആ സ്വപ്നത്തിലേക്കുള്ള ദൂരം നിശ്ചയിക്കുന്നത് ഭരണപക്ഷത്തിന്റെ വീഴ്ചകളും പ്രതിപക്ഷത്തിന്റെ പോരാട്ട വീര്യവുമാണ്. ജനാധിപത്യത്തിന്റെ ഈ മഹായാത്രയിൽ വോട്ടർമാർ ആർക്ക് വരണമാല്യം ചാർത്തുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ചർച്ചയിൽ പങ്കെടുത്ത 3 പാനലിസ്റ്റുകൾക്കും നന്ദി. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.